നാം ഇസ്ലാം കൊണ്ട് അഭിമാനം ലഭിച്ച ഒരു വിഭാഗമാണ്. നമുക്ക് അഭിമാനമുണ്ടായത് സമാവിയായ മനുഷ്യന്റെ എല്ലാ നിരൂപണങ്ങളെയും അതിജീവിക്കുന്ന സത്യസന്ധമായ ഋജുവായ നേരായ ഒരു ജീവിത വഴി വിശുദ്ധ ഇസ്ലാം, അത് നമ്മൾ തെരഞ്ഞെടുത്തതിന്റെ പേരിലാണ് ഈ സമൂഹത്തിന് അഭിമാനമുണ്ടായത്. അല്ലെങ്കിൽ ഇസ്ലാമിനെ മാറ്റിവെക്കുകയും നമ്മുടെ വിശ്വാസത്തെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയും മറ്റു വഴികളിലൂടെ നമുക്ക് വിജയം വരിക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ നാണം കെട്ടുപോകും എന്ന് പറഞ്ഞത് മസ്ജിദുൽ അഖ്സായുടെ താക്കോൽ സ്വീകരിക്കാൻ വേണ്ടി ഒരു യുദ്ധമില്ലാതെ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈലിയായിലേക്ക് ജെറൂസലേമിലേക്ക് വന്ന സമയത്താണ്. അവരുടെ കുപ്പായത്തിൽ ഒരുപാട് കീറുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് തുന്നുകൾ ഉണ്ടായിരുന്നു. സ്വഹാബികൾ അവിടെയുണ്ട്, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ അവിടെയുണ്ട്, അബൂ ദർദാ റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. അവരൊക്കെ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ കീറിപ്പറഞ്ഞ വസ്ത്രമൊന്ന് മാറ്റിവെക്കണം. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അവരൊക്കെ വേഷം ധരിക്കുന്നത് കണ്ടാൽ, അവരുടെയൊക്കെ വസ്ത്രവിധാനം കണ്ടാൽ ഒരു വലിയ ഇംപ്രസീവാണ് അവർ കാണിച്ചു കൂട്ടുന്നത്. ഒരു മതിപ്പ് തോന്നും അവരുടെ വസ്ത്രം കാണുമ്പോൾ തന്നെ. നിങ്ങൾ 10-20 രാജ്യങ്ങളുടെ ഭരണാധികാരിയല്ലേ, അങ്ങനത്തെ ഒരാൾ കീറിപ്പറഞ്ഞ വസ്ത്രമിട്ട് ഇങ്ങോട്ട് വന്നാൽ, അതും ഒരു സമരമില്ലാതെ സമാധാനപരമായി ഈലിയായുടെ മസ്ജിദുൽ അഖ്സായുടെ അധികാരം മുസ്ലിമീങ്ങൾക്ക് കൈമാറുന്ന ഒരു സമാധാന ചടങ്ങിന് നിങ്ങൾ വരുമ്പോഴേ ഞങ്ങളുടെ നേതാവെന്ന നിലയിൽ ഞങ്ങൾക്കും ഒരു അഭിമാനബോധം തോന്നണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളൊരു ഓവർകോട്ട് തരാം, നിങ്ങൾ ഈ കീറിയ വസ്ത്രങ്ങൾക്ക് മീതെ അതൊന്ന് ധരിച്ചിട്ട് വേണം ഈ ഫംഗ്ഷന് വരാൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ഈ മറുപടി കൊടുത്തത്, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. നമുക്ക് അഭിമാനമുണ്ടായത് നമ്മുടെ ഷർട്ടിന്റെ, നമ്മുടെ വസ്ത്രത്തിന്റെ വിലയിലല്ല. നമുക്ക് അഭിമാനമുണ്ടായത് നമ്മൾ ധരിക്കുന്ന തലപ്പാവിന്റെയോ അല്ലെങ്കിൽ വേഷവിധാനങ്ങളുടെയോ പൊലിമയിലല്ല. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. നമ്മൾ അഭിമാനികളായത് ഇസ്ലാം കൊണ്ടാണ്, മുസ്ലിമീങ്ങളായപ്പോഴാണ്. വമൻ ഇബ്തഗൽ ഇസ്സത ഫീ ഗൈരിഹി, ഇസ്ലാമിനെ മാറ്റിവെക്കുകയും അതൊരു ഭാഗത്ത് ചേർത്ത് വെച്ച് നമുക്ക് മറ്റേതെങ്കിലും വഴി സ്വീകരിച്ചാൽ അഭിമാനം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മെ അപമാനിക്കുകയാണ് ചെയ്യുക എന്ന അനശ്വരമായ ഒരു വാക്ക് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ചത് 21-ാം നൂറ്റാണ്ടിലെ സംഭവ വികാസങ്ങളോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റാണ്. റബീഅ ഇബ്നുൽ ഹുസൈം റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അവർ പറയുമായിരുന്നു, കുല്ലു മാ ലാ യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹ് യദ്മഹിൽ. നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തു തന്നെ ചെയ്താലും അതിന്റെ ലക്ഷ്യം അല്ലാഹു അല്ലെങ്കിൽ, ഞാൻ നിങ്ങളോട് വഅദ് പറയാണ്, എന്റെ ലക്ഷ്യം ഈ വഅദ് പറഞ്ഞ് എന്തെങ്കിലും കാശുണ്ടാക്കലാണെങ്കിൽ ഇതുകൊണ്ട് ഉപകാരം ഒരു മനുഷ്യനും കിട്ടൂല. എന്റെ ലക്ഷ്യം ഞാനൊരു വലിയ ആളാവണമെന്ന് എന്ന ചിന്തയാണ് എന്റെ മനസ്സിലെങ്കിൽ ഈ വഅദ് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. എന്റെ ലക്ഷ്യം പ്രശസ്തിയാണെങ്കിൽ ഇതുകൊണ്ട് ഒരു മഖ്ലൂഖിനും എനിക്ക് തന്നെയും ഉപകാരം കിട്ടില്ല. കുല്ലു മാ ലാ യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹ്, അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്നത്, പടച്ചതമ്പുരാന്റെ തൃപ്തി വേണം, ഇത് അല്ലാഹു ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമാണ്. മനുഷ്യരിലേക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കേണ്ടത് പണ്ഡിതരുടെ ബാധ്യതയാണ്. അതിന് ജനങ്ങൾ എങ്ങനെ റെസ്പോൺസ് ചെയ്താലും സ്നേഹത്തോടെ പ്രതികരിക്കുന്നവരുണ്ടാകാം, പരിഹസിക്കുന്നവരുണ്ടാകാം, കുത്തുവാക്ക് പറയുന്നവരുണ്ടാകാം. ലാ യഖാഫു ഫില്ലാഹി ലൗമത ലായിം, അല്ലാഹുവിന്റെ ഒരു വിഷയം പറയുന്നിടത്ത് ഒരാക്ഷേപകന്റെയും ആക്ഷേപം ഭയപ്പെടാതെ,
ഒരാളുടെ കയ്യടിയും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിന് വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നുവോ അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അല്ലാത്തതെല്ലാം യദുമഹിൽ, ഒരു പൂവ് വാടിപ്പോകുന്ന പോലെ വാടിപ്പോകുമെന്ന് മഹാനായ റബീഉ ഇബ്നുൽ ഹുസൈം റഹ്മത്തുള്ളാഹി തആല അലൈഹി. നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു അങ്ങനെയായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു മഹാനായ മൂസ ഇബ്നുൽ മുഅല്ല എന്ന താബിഇയോട് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ സാരോപദേശമുണ്ട്. യാ മൂസ يا موسى 3 خصال إن كن فيك لم ينزل من السماء خير إلا كان لك فيه نصيب. മൂസ ബിനുൽ മുഅല്ല 3 വിഷയങ്ങൾ ഇൻ കുന്ന ഫീക, നിങ്ങളിൽ ഈ 3 ഗുണങ്ങളും ഉണ്ടെങ്കിൽ ലം യൻസിൽ മിനസ് സമാഇ ഖൈറുൻ ഇല്ലാ കാന ലക ഫീഹി നസീബ്. ആകാശലോകങ്ങളിൽ നിന്ന് എന്ത് അനുഗ്രഹം വർഷിച്ചാലും നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഓഹരി ഉണ്ടാകും മൂസ എന്ന് മൂസ ബിനുൽ മുഅല്ലയോട് 3 നന്മകൾ മനസ്സിലുള്ള ആളുകൾക്ക് ആകാശലോകങ്ങളിൽ നിന്ന് മാലാഖമാരിലൂടെ സക്കീനത്ത്, സമാധാനം ഇറങ്ങും, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും, അള്ളാഹുവിന്റെ ഔദാര്യം ഇറങ്ങും. അതിലൊക്കെ നമുക്ക് ഓഹരിയുണ്ട്, നമുക്കും അത് കിട്ടും. 3 എണ്ണം ഉണ്ടെങ്കിൽ. എന്താണ് 3? ആരായി പറഞ്ഞു കൊടുക്കുന്നത്? സ്വാഹിബു സിരി റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് രഹസ്യമായ മറ്റു പല സ്വഹാബികൾക്കും ആക്സസിബിൾ അല്ലാതിരുന്ന, അവർക്ക് നിബിതങ്ങൾ പറഞ്ഞു കൊടുക്കാത്ത വിജ്ഞാനീയങ്ങൾ, നിബിതങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത സ്വാഹിബു സിരി റസൂലില്ലാഹ്, നിബിതങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ മഹാനായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല. അപ്പോൾ ഇതൊരു കനപ്പെട്ട വചനമാണ്. പറയുന്നത് വളരെ ജ്ഞാനിയായ ഒരു സ്വഹാബിയാണ്. പറഞ്ഞു കൊടുക്കുന്നത് മൂസ ബിനുൽ മുഅല്ല എന്ന പ്രഗൽഭനായ ഒരു താബിഇയോടാണ്. യകൂനു അമലുക ലില്ലാഹി അസ്സ വജൽ, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കട്ടെ. ആര് പ്രതിഫലം തരണം? അല്ലാഹു. ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കുന്നുണ്ട്. എന്തിനാ? ഉമ്മ മരിക്കുമ്പോഴേക്കും ഉമ്മാന്റെ ആധാരത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് കിട്ടണ്ടേ? അപ്പൊ ഉമ്മയെ ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാ? കുറച്ചു കാലം ഉമ്മാക്ക് അത് വേണ്ട. ആ സമ്പത്ത് കൊണ്ട് നിനക്ക് ഒരു ഉപകാരവും കിട്ടാൻ പോകുന്നില്ല. നീ ചെയ്യുന്ന ഖിദ്മത്ത് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ചെയ്യുന്ന നന്മയാണോ? അത് അള്ളാഹുവിന്റെ പ്രതിഫലം. ഇതിന്റെ കൂലി എനിക്ക് അള്ളാഹു തരണം, ഇതിന്റെ പ്രതിഫലം അള്ളാഹു തരണം. അത് മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾ മക്കളെ നോക്കുന്നു, എന്തിന്? അവരൊക്കെ വലുതായി ഡോക്ടർമാരോ എഞ്ചിനീയേഴ്സോ ഹൈ പ്രൊഫഷണൽസോ ബിസിനസ്മെനോ ഒക്കെ ആയി മാറുമ്പോ നിന്റെ കർമ്മങ്ങളെല്ലാം അല്ലാഹുവിന് വേണ്ടിയാവട്ടെ. ആ ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ആകാശലോകങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന സർവമാന നന്മകളിലും നിങ്ങൾക്കൊരു ഓഹരിയുണ്ട്. يكون عملك لله عز وجل better than before. يكون عملك لله عز وجل, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹുവിന് മാത്രമായിരിക്കുക. ഏത് കർമ്മം ചെയ്യാണെങ്കിലും നമുക്കത് സാധ്യമാണ്. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. നമ്മൾ ആർക്കോ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആവണ്ട, അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്തു. ആരും ഒരു കയ്യടി തരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അള്ളാഹുവിന്റെ മസ്ജിദിന് വേണ്ടി നിങ്ങൾ ഒരു കമ്മിറ്റി ഭാരവാഹിയാണോ? ഒരുപക്ഷെ നിങ്ങൾ കള്ളത്തരം ചെയ്തു എന്നായിരിക്കും നിങ്ങളുടെ 10 കൊല്ലത്തെ സേവനം കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പറയാനുണ്ടാവുക. പക്ഷെ നിങ്ങളത് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ സത്യസന്ധനായി പണിയെടുത്ത ആളാണ്. പക്ഷേ നിങ്ങൾ ജനങ്ങളിൽ നിന്നൊരു ഉപഹാരം കിട്ടണമെന്ന് പ്രതീക്ഷിച്ച് പണിയെടുത്തോ, ഈ വാക്കുകൾ നിങ്ങളെ സങ്കടപ്പെടുത്തും.
നേരെ മറിച്ച് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണ് പണിയെടുത്തത്, നിങ്ങൾ തിന്മ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്താരോപിച്ചാൽ എന്താ? ഖല്ലി വല്ലി എന്ന് പറയില്ല അറബിയില്. ടേക്ക് ഇറ്റ് ഈസി, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആളുകളിൽ നിന്നൊരു കയ്യടി പ്രതീക്ഷിച്ചു, ഒരു ആശംസ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ നന്നായിട്ടുണ്ട്, വെൽ ഡൺ എന്നൊരു തംസപ്പ് പ്രതീക്ഷിച്ചു, ഒരു ലൈക്ക് പ്രതീക്ഷിച്ചു. അത് കിട്ടിയില്ലെങ്കിൽ സങ്കടം വരും. അള്ളാഹുവിന്റെ ലൈക്ക് കിട്ടാൻ നോക്കിക്കോളെ. മനുഷ്യരുടേതൊന്നും പ്രതീക്ഷിക്കണം. അത് വരെ എന്തോ ആയിക്കോട്ടെ, അതിൽ ശ്രദ്ധിക്കരുത്. പ്രശസ്തിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണ്ട. പ്രശസ്തി അള്ളാഹു തരുകയാണെങ്കിൽ അതൊരു പരീക്ഷണമാണ്. തന്നില്ല എന്ന് വിചാരിക്കുക, അതും ഒരു പരീക്ഷണമാണ്. നമ്മൾ എങ്ങനെ പെരുമാറുന്നുവെന്ന് നോക്കലാണ് അള്ളാഹുവിന്റെ രീതി. യകൂനു അമലുക ലില്ലാഹി അസ്സ വജൽ. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ മൂസ ഇബ്നുൽ മുഅല്ലയോട്, മൂസ, ഈ ലോകത്തെ എത്രയോ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, രാവിലും പകലിലും. നമുക്ക് വല്ലതും കിട്ടുന്നുണ്ടോ? നമ്മൾ അറിയുന്ന പോലുമില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വർഷം ഓരോരോ രാവുകളിൽ സവിശേഷമായ മുഹൂർത്തങ്ങളിൽ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെ ഒരു ഓഹരി നിങ്ങൾക്ക് വേണമെങ്കിൽ 3 സ്വഭാവം ഒരു മനുഷ്യനുണ്ടാവണം. ഒന്ന്, ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക. വേറെ ആരുടെയും പ്രീതിയോ അഭിനന്ദനമോ പ്രതീക്ഷിക്കല്ലേ. നീ നിനക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ജനങ്ങൾക്ക് ആഗ്രഹിക്കണം. നീ നിനക്ക് എന്താഗ്രഹിക്കുന്നോ അത് ജനങ്ങൾക്ക് ആഗ്രഹിക്കണം. ഒരുപക്ഷെ പൗരത്വ സംബന്ധമായ നമ്മുടെ സമരങ്ങളിൽ ഒരുപക്ഷെ ചിലർ പറഞ്ഞേക്കാം, ഒരുപക്ഷെ മുസ്ലിമീങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്ന ഇത്തരം നിയമങ്ങളിൽ ഒരുപക്ഷെ കേരളീയ സാഹചര്യത്തിൽ നമുക്കൊന്നും സംഭവിച്ചില്ല എന്ന് വന്നേക്കാം. പക്ഷേ ആസാമിലെയോ ബംഗാളിലെയോ ത്രിപുരയിലെയോ മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിലെ ഒരു വിശ്വാസിക്ക് വരുന്ന വേദന അത് എന്റെ വേദനയാണ്. അവിടെയാണ് വിശ്വാസിയാകുന്നത്. ഞാൻ രക്ഷപ്പെട്ടു, എനിക്കൊന്നും പറ്റിയില്ലല്ലോ, അങ്ങനെയല്ല. ജനങ്ങൾക്ക് നിനക്ക് എന്താഗ്രഹിക്കുന്നോ, സുരക്ഷിതത്വം നീ ആഗ്രഹിക്കുന്നില്ലേ, പൗരത്വം നിനക്ക് വേണമെന്ന് ആഗ്രഹമില്ലേ, സർവ്വജനങ്ങൾക്കും അത് വേണമെന്ന് ആഗ്രഹിക്കണം. അങ്ങനെയാണ് നിന്റെ മനസ്സെങ്കിൽ സർവരക്ഷിതാവായ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിനക്ക് ഓഹരിയുണ്ട്. എല്ലാ നിമിഷങ്ങളിലും അള്ളാഹു നിന്നെ കൈവിടിയില്ല. എനിക്ക് മതി, ഞാൻ രക്ഷപ്പെട്ടാൽ മതി, മറ്റാരും രക്ഷപ്പെടേണ്ടതില്ല. എനിക്ക് ശേഷം പ്രളയം എന്നതാണ് നിന്റെ മനസ്സിലെ ചിന്തയെങ്കിൽ അത് അപകടമാണ്. പിന്നെ പറഞ്ഞു, മൂസ ഇബ്നുൽ മുഅല്ല നിങ്ങളുടെ വായയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഖുബ്സിന്റെ കഷ്ണം, ഒരു റൊട്ടിയുടെ കഷ്ണം, ഒരു ഭക്ഷണ പദാർത്ഥം, നിങ്ങൾ കുടിക്കുന്നത്, കഴിക്കുന്നത്, അത് ശരിക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളത് ആളുകളെ വഞ്ചിച്ചുണ്ടാക്കിയ കാശിൽ നിന്നാണോ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത് മക്കൾക്ക്, വീട്ടുകാർക്ക്? നിങ്ങൾ തിന്നുന്നത് ആളുകളുടെ സമ്മതമില്ലാത്തത്, അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് നിങ്ങൾ കൈപ്പറ്റുന്ന അന്യായമായ സമ്പാദ്യമാണോ നിങ്ങളുടേത്? പലിശയുമായി ബന്ധപ്പെട്ടതാണോ നിങ്ങളുടെ സമ്പാദ്യം? വിഷയമാണ്, ഗൗരവമാണ്. ഒരുപക്ഷെ ബാങ്കുകളിൽ ജോലി ചെയ്താൽ നല്ല ശമ്പളം കിട്ടിയെന്ന് വരും. പക്ഷെ നമുക്കത് പറ്റുമോ? പറ്റില്ല, പാടുള്ളതല്ല. അത് എങ്ങനെയൊക്കെ ആളുകൾ ന്യായീകരിച്ചാലും കസറത്തുർ റിബ, ഖിയാമത്ത് നാളിനോട് അടുക്കുമ്പോൾ പലിശയുടെ ഉപയോഗം വർദ്ധിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു പലിശയല്ലെങ്കിൽ ഈ ഹദീസിന്റെ അവസ്ഥ എന്താ? പിന്നെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യാന്ന് വിചാരിക്കും, ഇതൊന്നും പലിശ കൂട്ടൂല. പിന്നെ എന്താണ് പലിശ? പലിശ ഇടപാടുകൾ നമുക്ക് പറ്റില്ല. അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ വട്ടിപ്പലിശയും മറ്റു കാര്യങ്ങളും. നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ സമ്പാദ്യം ഹലാൽ ബ്രാൻഡിങ് നമുക്കറിയാം. ഹലാലായിരിക്കണം. എന്താ അതിനർത്ഥം? ഇതെന്റെ രക്ഷിതാവ് പൊരുത്തപ്പെടുന്നതാണ്. ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറൽ മുർസലീൻ. പ്രവാചകന്മാരോട് അല്ലാഹുവിന്റെ ആഹ്വാനമാണ്, സത്യവിശ്വാസികളോട് അല്ലാഹുവിന്റെ ആഹ്വാനം. കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. നിങ്ങൾ അല്ലാഹു പൊരുത്തപ്പെടുന്ന, സജ്ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിന്റെ ദേഷ്യമില്ലാത്ത ഹലാലായ സമ്പാദ്യമേ സമ്പാദിക്കാവൂ. വഅമലൂ സ്വാലിഹാ, നിങ്ങൾ സൽക്കർമ്മം ചെയ്യണമേ. കുലൂ മിനത് ത്വയ്യിബാത്,
നിങ്ങൾ തിന്നുക. ഏത്? മിനത് ത്വയ്യിബാത്ത്, നല്ലത്, വിഷാംശമല്ലാത്ത. ഇപ്പൊ ചൈനക്കാരൊക്കെ ഇപ്പൊ നമ്മുടെ കൊറോണ വൈറസിന്റെ ആ ഒരു പ്രതിസന്ധിയെ ചർച്ച ചെയ്യുമ്പോൾ പറയും ഇവിടുത്തെ വൈൽഡ് മീറ്റുകൾ കഴിക്കുന്ന ആളുകൾ അതുകൊണ്ടുണ്ടായി വന്ന ഒരു വൈറസാണിത് എന്ന്, അല്ലെ? അപ്പൊ കുരങ്ങന്മാരെ വരെ തിന്നുന്ന നാടാണ്. വലിയ വലിയ സർപ്പങ്ങളെ വരെ തലവെട്ടിയിട്ട് ബാക്കി ഒരു ഫ്രൈ ആയിട്ട് കഴിക്കും. എന്താ ഒരു മതമില്ലാത്തൊരു സമൂഹം പിന്നെ എന്ത് ചെയ്യും? നിയമമില്ലല്ലോ ഏത് തിന്നണം. നമുക്ക് നിയമമുണ്ട്, നമുക്ക് അള്ളാഹുവിന്റെ കിതാബുണ്ട്, പരിശുദ്ധ ഹബീബിന്റെ സുന്നത്തുണ്ട്. ഇന്നത് നിങ്ങൾക്ക് ഭക്ഷിക്കാം, പന്നിമാംസം നിങ്ങൾക്ക് പാടില്ല. എന്തേ? സാവേജ്, അത് മാലിന്യം ചുമഞ്ഞു നടക്കുന്ന ഒരു ജീവിയാണ്. എത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ആരൊക്കെ പറഞ്ഞാലും മുസ്ലിമിന് അത് ഹറാമാണ്. എന്തേ? നമുക്ക് കൃത്യമായ ബൈലോ ഉണ്ട്. ഇതില്ലാത്ത ചൈനക്കാരൻ കിട്ടുന്നത് മുഴുവൻ തിന്നൂലേ? വവ്വാലിനൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലു. കോക്രോച്ച്, കോക്രോച്ചിന് എന്താ പറയാ ഇവിടെ? പാറ്റേ, കൂറാന്ന് പറയും ഞങ്ങൾ മലപ്പുറത്തൊക്കെ. അതൊക്കെ ഫ്രൈ ചെയ്ത് വറുത്ത് തിന്നാണ്. ആ കൗം എന്ത് ചെയ്യും? ഖൗമുല്ലാ യഅലമൂന വലാ യഅഖിലൂൻ. അവർക്ക് നന്മതിന്മ മനസ്സിലാക്കി തരാനുള്ള ഒരു അള്ളാഹുവിന്റെ അല്ലെങ്കിൽ സ്രഷ്ടാവിന്റെ ഒരു ദൈവ സംഹിത മുമ്പിലില്ല. ഫ്രീ തിങ്കേഴ്സ് ആണ്. അവർക്ക് ഇഷ്ടമുള്ളത് തിന്നാം. പിന്നെന്ത് ചെയ്യും? അതിന്റെ അപകടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. കുലൂ മിനത് ത്വയ്യിബാത്ത്, നിങ്ങളെ ആരോഗ്യമുള്ളതും നല്ലതും ഹലാലുമാണ് ഭക്ഷിക്കേണ്ടത്. നമുക്ക് അനുവദിക്കപ്പെട്ട മാംസങ്ങളിൽ ചത്തതിനെ തിന്നുകൂടാ. ഇസ്ലാമികമായ രീതിയിലെ ദബീഹ ഖുർആൻ വിവരിച്ചിട്ടുണ്ട്, പരിശുദ്ധ ഹദീസിലുണ്ട്. കുലൂ മിനത് ത്വയ്യിബാത്ത് വഅമലൂ സ്വാലിഹാ, നിങ്ങൾ സൽക്രമം ചെയ്യണമേ എന്നും അല്ലാഹു പ്രവാചകന്മാരോട് നിർദ്ദേശിച്ചതാണ്. സർവ്വവിശ്വാസികളോടും അല്ലാഹു നിർദ്ദേശിക്കുന്നത്. ഇതിലൊരു അത്ഭുതമുള്ളത്, നിങ്ങൾ ഹലാല് തിന്നേണമേ എന്ന് പറഞ്ഞിട്ടാണ് വഅമലൂ സ്വാലിഹ, നിങ്ങൾ സൽക്കർമ്മം ചെയ്യണേ എന്ന് പറഞ്ഞു. ആദ്യം സൽക്കർമ്മം ചെയ്യുക, പിന്നെ പോയി ഭക്ഷിക്കുക എന്നല്ല. ഭക്ഷണം ശരിയായാലേ സൽക്കർമ്മം ഉണ്ടാകൂ എന്നാണ് ഇതിന്റെ സൂചന എന്നാണ്. അകത്തേക്ക് നമ്മുടെ വരുമാനം ശരിയല്ലെങ്കിൽ, ബിസിനസ് ഹലാൽ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. വഅമലൂ സ്വാലിഹാ, നിങ്ങൾക്ക് അമലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം. അതുകൊണ്ട് മൂസ ഇബ്നുൽ മുഅല്ലാ ഹാദിഹിൽ കിസ്റ തഹറ ഫീഹാ മാ ഖദർത്, ഈ റൊട്ടി കഷ്ണം നിങ്ങളുടെ വായിലേക്ക് പോകുന്ന ഭക്ഷണം കൃത്യമായും നിന്റെ കഴിവിന്റെ പരമാവധി അതിൽ സൂക്ഷ്മത പുലർത്തേണമേ. അതൊരു കാര്യം. നീ നിനക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ജനങ്ങൾക്കും ഇഷ്ടപ്പെടണം. പിന്നെ നീ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അല്ലാഹുവിന് വേണ്ടി മാത്രമാവട്ടെ. അങ്ങനെയാണെങ്കിൽ ആകാശലോകങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ നന്മകളിലും നിനക്കൊരു ഓഹരിയുണ്ട് എന്ന് ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട സ്വഹാബി ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു മൂസ ഇബ്നുൽ മുഅല്ലാ തങ്ങളോട് മറുപടി പറയുന്നു. യാ അല്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്നത്, ധർമ്മസമരങ്ങൾ ചെയ്യുന്ന പോരാളിമാരെ അല്ലാഹു നാളെ സ്വർഗലോകത്തേക്കുള്ള യാത്രയുടെ മുമ്പ് വിചാരണക്ക് ഹാജരാക്കുമ്പോൾ അല്ലാഹു ചില യോദ്ധാക്കളോട് അവരെ നരകത്തിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്തത് യുഖാല കദാ വകദാ, നിങ്ങൾ ധീരനാണെന്ന് പറയാനല്ലേ. അത് ഭൂമിയിൽ പറഞ്ഞു. നിങ്ങളുടെ പേരിൽ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, ധീര രക്തസാക്ഷിയുടെ പേരിൽ. നിങ്ങൾ ആകെ ഉദ്ദേശിച്ചത് അതാണ്. അവിടെ ഒരുപാട് ബസ് ലിമിറ്റഡ് സ്റ്റോപ്പ് വരെ നിർത്തി. അത് ദുനിയാവിൽ കിട്ടിക്കഴിഞ്ഞു, ഇനി ഇവിടെ ഒന്നുമില്ല. ഇത് അല്ലാഹു പറയുന്ന, നിങ്ങൾ ഉദ്ദേശിച്ച അത്രയല്ലേ. രക്തസാക്ഷി ദിനം നിങ്ങളുടെ പേരിൽ ആചരിച്ചു, അതൊക്കെ കിട്ടി ദുനിയാവിൽ. നിങ്ങളുടെ പേരിൽ സ്മാരകങ്ങൾ ഉണ്ടായിരുന്നു, റീത്തുകൾ ഉണ്ടായിരുന്നു, ഇതൊക്കെയല്ലേ ചെയ്തത്, അതൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനിയൊന്നും ഇവിടെ ഇല്ല. അള്ളാഹുവിന് വേണ്ടി ചെയ്തവർക്ക് പോലും ഇതാണ് മറുപടി. പിന്നെ ബാക്കിയുള്ള കാര്യം എന്താ? മഹാനായ മുഅ്തമർ ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എന്ന ലോക പ്രശസ്തനായ പണ്ഡിതന്റെ സന്തത സഹചാരിയാണ്, കൂട്ടുകാരനാണ്, എപ്പോഴും കൂടെയുണ്ടാകും. തർസൂസിൽ ഒരു ധർമ്മസമരം നടക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എന്ന പ്രഗൽഭനായ ഹദീസ് പണ്ഡിതൻ, അവരൊരു കച്ചവടക്കാരൻ കൂടിയാണ്, പക്ഷെ ഹദീസ് പണ്ഡിതനാണ്, ആലിമാണ്, പക്ഷെ ബിസിനസ്സുകാരനാണ്. പക്ഷെ ബിസിനസ് കൊണ്ട് ഇൽമിന് തടസ്സമുണ്ടായിട്ടില്ല, ദഅവത്തിന് തടസ്സമുണ്ടായിട്ടില്ല. ജനങ്ങളോട് കൈനീട്ടണ്ടല്ലോ, ഹലാലായി ബിസിനസ് ചെയ്തു. മഹാനവറുകൾ ആളുകളെ കൂട്ടമായി ഹജ്ജിന് കൊണ്ടുപോകും, ഫ്രീ ആയിട്ട്. അതിനൊക്കെ സമ്പാദ്യം ഉണ്ടായിരുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി യോദ്ധാവാണ്.
തർസൂസിൽ യുദ്ധം നടക്കുമ്പോ റോമക്കാരൻ ദ്വന്ദ്വ യുദ്ധത്തിന് ആളുണ്ടോ എന്ന് ചോദിച്ച് യുദ്ധത്തിന്റെ ആരംഭത്തിൽ അങ്ങനെ ഒരു രീതിയുണ്ട്, ദ്വന്ദ്വ യുദ്ധമുണ്ട്, ഫേസ് ടു ഫേസ്, 1 to 1. 6ഓളം പ്രഗത്ഭരായ വിശ്വാസികൾ അണിനിരക്കുകയും ആ 6 പേരെയും വധിച്ചു കളയുകയും ചെയ്ത ഒരു റോമൻ പട്ടാളക്കാരന്റെ മുമ്പിലേക്ക് ഇനി ആരുണ്ട് എന്ന് ചോദിച്ചപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മുഖംമൂടി ധരിച്ചൊരു മാസ്ക് ധരിച്ചിട്ടതിന്റെ ഇടയിലേക്ക് സൈന്യത്തിന്റെ ഉള്ളിൽ നിന്ന് പോകുന്നത് മഹാനായ മുഅ്തമിർ ബിൻ സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി കാണുന്നുണ്ട്. തൊട്ടടുത്തുനിന്നാ പോകുന്നത്. മുഖംമൂടി ധരിച്ചു, ആളറിയാണ്ടിരിക്കാൻ. 6 പേരെ നിർദാക്ഷിണ്യം വധിച്ചു കളഞ്ഞ ഈ റോമൻ പട്ടാളക്കാരന് നേരിടാൻ വന്നത് മഹാനായ ഹദീസ് പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എന്ന ധീരനായ പോരാളി. അവനെ വകവരുത്തി 2 ആളെ 3, 6 പേരെ, 6ന് പകരം 6. ഒരു യുദ്ധം വിളിച്ചു കൂട്ടിയതാണ്. യുദ്ധത്തെ സാഹചര്യമാണ് എന്നല്ലാതെ നാട്ടുകാരെ പോയി വിട്ടല്ലത്. യുദ്ധമാണ്, പ്രതിരോധ യുദ്ധങ്ങളാണ് ഇസ്ലാമിൽ നടന്നത് മുഴുക്കയും. അബ്ദുല്ലാഹി മുബാറക് എന്നവരെ ഇതും കഴിഞ്ഞ് അവിടെ ഒരു വെല്ലുവിളിയുടെ സാധ്യത അവസാനിച്ചപ്പോൾ തന്റെ കുതിരക്കൊരു കൊട്ടും കൊടുത്ത് സൈന്യത്തിനുള്ളിലേക്ക് തിരിച്ചു വന്നു. ആരാരും അറിഞ്ഞിട്ടില്ല ആരാണ് ഈ വന്ന ആള്. 6 പേരെ വധിച്ചു കളഞ്ഞ ഈ റോമൻ പട്ടാളക്കാരനെ ആരാണ് ഈ വകവരുത്തിയത്? അയാള് മാത്രമല്ല, അതുപോലത്തെ 5 ആളെ വേറെയും. മുഖം മറച്ചത് കൊണ്ട് ആളറിഞ്ഞില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എന്നവർ തിരിച്ചു വന്നപ്പോ മുഅ്തമിർ ബിൻ സുലൈമാൻ എന്ന തന്റെ സുഹൃത്ത് ആ സൈന്യത്തിലെ പട്ടാളക്കാര് നിർത്തിയിരുന്ന ആ ലൈനിൽ അവിടെ തന്നെ നിൽപ്പുണ്ട്. അവിടെ വന്നാണ് അബ്ദുല്ലാഹി മുബാറക് ഇതൊക്കെ കഴിഞ്ഞ് തന്റെ കുതിരയുമായി തിരിച്ചു വരുന്നത്. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു, യാ അബ്ദുല്ലാഹ് ലഇൻ ഹദ്ദസ്ത ബിഹാദാ അഹദാ. അപ്പോൾ മുഖംമൂടി എടുത്തു. ലഇൻ ഹദ്ദസ്ത ബിഹാദാ അഹദൻ വഅന ഹയ്യുൻ. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാനാണിത് ചെയ്തത് എന്ന് ആരോടെങ്കിലും നീ പറയുകയാണെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഞാനും നീയും തമ്മിൽ ബന്ധമുണ്ടാവില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം ഞാനാണ് ഈ പണി ചെയ്തത്, ഞാനാണ് ഈ ധീരമായി ഇടപെട്ടത് എന്ന് എന്റെ പേര് നീ ഒരിക്കലും പറഞ്ഞു പോകരുത്. ഞാൻ ചെയ്തത് അല്ലാഹുവിന് വേണ്ടിയാണ്, ഞാനാണെന്ന് അറിയാതിരിക്കാൻ മുഖം മൂടി ധരിച്ചു. സുബ്ഹാനല്ലാഹ്. പണ്ഡിത ലോകത്തറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി തആല അലൈഹിയാണിത്. ഇതൊരു സംഭവം മാത്രമല്ല, ബഹുമാനപ്പെട്ടവരെ, എത്രയോ ആളുകൾക്ക് ആരും അറിയാതെ രഹസ്യമായ സ്വതക്കകൾ ചെയ്തിരുന്ന മഹാനുഭാവൻ. തുർസൂസിൽ ബഹുമാനപ്പെട്ടവർ വരുമ്പോഴെല്ലാം ഒരു ചെറുപ്പക്കാരൻ മഹാനവറുകൾക്ക് ഖിദ്മത്ത് ചെയ്യാറുണ്ട്. അവിടെ ചെറിയൊരു ഒരു ട്രാവലേഴ്സ് ഹട്ട്, ഒരു യാത്രക്കാർക്കുള്ള ചെറിയ ഒരു കൂടാരമുണ്ടായിരുന്നു. അബ്ദുല്ലാഹി മുബാറക് എന്നവരെ തുർസൂസിലെത്തിയാൽ അവിടെ ഒരു ചെറുപ്പക്കാരനാണ് മഹാനവറുകൾക്ക് ഭക്ഷണം, താമസിക്കാനുള്ള സൗകര്യമൊക്കെ ആ കൊച്ചു വീട്ടിൽ ചെയ്തു കൊടുക്കുക. ഒരു ദിവസം വന്നപ്പോ ഈ ചെറുപ്പക്കാരനെ കാണുന്നില്ല. ചോദിച്ചു, എന്തേ വിഷയം ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ആളുകൾ അയാളെ, ഒരു മുതലാളി പിടിച്ചുകൊണ്ടുപോയിരിക്കുകയാണ്. എന്തേ വിഷയം ചോദിച്ചു. അവൻ ആ മുതലാളിയോട് കടം വാങ്ങിച്ചിരുന്നു. ആ കടം തിരിച്ചു കൊടുക്കാൻ വൈകിയപ്പോ അയാൾ ഇവനെയും പൊക്കിക്കൊണ്ടുപോയതാണ്. ആളിപ്പോ ജയിലിലാണ്, ആള് ജയിലിലാണെന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി മുബാറക് എന്നവർ ചോദിച്ചു, എവിടെയാണ് അയാൾ? എവിടെയാണ്? ഇന്ന സ്ഥലത്ത്. എത്രയാ കടം? 10,000 ദിർഹമുണ്ട്. ആ മുതലാളിയുടെ വീടൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു. കാണിച്ചു കൊടുത്തു. 10,000 ദിർഹം കയ്യിലെടുത്ത്, ഞാൻ പറഞ്ഞ അദ്ദേഹം ബിസിനസ്സുകാരനാണ്, അതൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. 10,000 ദിർഹമുമായി മുതലാളിയുടെ വീട് വക്കിൽ വന്നിട്ട് അയാളോട് പറഞ്ഞിട്ടുണ്ട്, സഹോദര, ഇന്നാലിന്ന ചെറുപ്പക്കാരൻ നിങ്ങളോട് കടം വാങ്ങിക്കുകയും ആ കടം തിരിച്ചേൽപ്പിക്കാൻ കഴിയാതെ വരികയും ചെയ്തപ്പോൾ അയാളെ നിങ്ങൾ ബന്ദിയാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. ആ ചെറുപ്പക്കാരന്റെ കടം ഞാൻ ഇവിടെ വീട്ടുകയാണ്, ഞാനാണിത് വീട്ടിയത് എന്ന് അവനോട് പറയരുത്. നിങ്ങൾ അവനെ വിടണം, ജയിലിൽ നിന്ന് പുറത്തു വിടണം. ഞാനാണിത് ചെയ്തതെന്ന് പറയരുത്. ആ കാശ് സ്വീകരിച്ചു. ഈ യുവാവിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നു, തടങ്കലിൽ നിന്ന് മോചിപ്പിക്കുന്നു. വീട്ടിലേക്ക് എത്തിയപ്പോൾ ആളുകൾ പറഞ്ഞു, എടോ, നിന്റെ ഉസ്താദ് വന്നിരുന്നു, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, നിന്നെ ചോദിച്ചിരുന്നു. എന്തായി? അദ്ദേഹം കുറച്ചൊക്കെ ഇവിടെ നിന്ന് പിന്നെ അങ്ങ് പോയിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരൻ പിന്നാലെ ഓടിച്ചെന്നു. ഒരുപാട് വഴിദൂരം എത്തിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, ശൈഖ് അവറുകളെ, ദാ ഞാൻ എത്തി. എവിടെയായിരുന്നു മോനെ നീ? എന്നെ ഒരാളെ പിടിച്ചുകൊണ്ടുപോയി, ഞാൻ ജയിലിലായിരുന്നു. എന്തു പറ്റി? കടമുണ്ടായിട്ട് വീട്ടാൻ പറ്റിയില്ല, എന്ത് ചെയ്യാനാ? അങ്ങനെ എന്നെ പിടിച്ച് ജയിലിൽ അടച്ചു.
പിന്നെന്തായി? ആരോ എൻ്റെ ഒരു കടം വീട്ടി, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു നിന്റെ കടം വീട്ടി തന്നല്ലോ മോനെ, അൽഹംദുലില്ലാ. അത്രയും പറഞ്ഞ് അവനോട് കുശലം പറഞ്ഞിരുന്ന് കുറച്ച് സമയം ചെലവഴിച്ച് മഹാൻ യാത്രയാവുകയാണ്. ആ മോനോട് പറഞ്ഞില്ല നിന്റെ കടം വീട്ടിയത് ഞാനാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. ഇതാണ് അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുക എന്ന് പറഞ്ഞതിന്റെ ഒരു ഉദാഹരണം. ആര് ചെയ്തു എന്ന് അള്ളാഹു അറിഞ്ഞാൽ മതി, പടച്ചവൻ അറിയാമല്ലോ. നഹാബന്ദ യുദ്ധം കഴിഞ്ഞിരിക്കുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സൈന്യാധിപനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, സഅദേ, ആരൊക്കെയാണ് ഷഹീദായത്? ഫഅദ്ദ ഉനാസൻ, ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞു കൊടുത്തു. നഹാബന്ദ യുദ്ധം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വലിയൊരു കറാമത്ത് സംഭവിച്ച യുദ്ധമാണ്, നമുക്കറിയാം. യാ സാരിയ അൽ ജബൽ അൽ ജബൽ, സാരിയ ആ പർവ്വതം ആ പർവ്വതം എന്ന് മദീനയിൽ നിന്ന് ഡയറക്ഷൻ കൊടുത്തു മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇത് മുത്തവാത്തിറായ സംഭവമാണ്. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ അൺഡിനയബിൾ, ഒരിക്കലും ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം അത്രയും തലമുറകളിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ട്രാൻസ്മിറ്റ് ചെയ്ത സംഭവമാണിത്. മുത്തവാത്തിറ. മദീന പള്ളിയിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മഹാനായ ഫാറൂഖ് തങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്, യാ സാരിയ യാ സാരിയ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ. സാരിയ റളിയല്ലാഹു അൻഹുവിനോടാണ് നിർദ്ദേശം. സാരിയ തങ്ങളാണെങ്കിലോ 2000 കിലോമീറ്റർ അപ്പുറത്ത് മദീനയിൽ നിന്ന് പേർഷ്യയുടെ ഭാഗമായ നഹാവന്ദിൽ ഒരു സൈന്യത്തിന്റെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മഹാനായ സാരിയ റളിയല്ലാഹു അൻഹു. സാരിയ ആ പർവ്വതം ആ പർവ്വതം ആ പർവ്വതം. സാരിയ റളിയല്ലാഹു അൻഹു ആ സംഭവം അറിഞ്ഞു, കേട്ടു. ആ സംഭവം കേൾക്കുകയും സൈന്യത്തെ പർവ്വതത്തിന്റെ പിന്നിലേക്ക് പറഞ്ഞയച്ചപ്പോഴാണ് അവിടെ നിന്ന് സൈന്യം വരുന്നത് കാണാൻ കഴിഞ്ഞത്. അവര് പർവ്വതത്തിന്റെ ഇപ്പുറത്താണ്, ശത്രു സൈന്യം ആ ഭാഗത്ത് നിന്ന് അപ്പുറത്ത് വരുന്നുണ്ട്. അതാര് കണ്ടില്ല? സാരിയ റളിയല്ലാഹു കണ്ടില്ല. പക്ഷേ അല്ലാഹു ഗൈബിന്റെ കണ്ണിലൂടെ കാണിച്ചു കൊടുത്തു മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്. ഉമർ തങ്ങൾക്ക് മദീനയിലെ മിമ്പറിൽ വെച്ച് കണ്ടു. ഖുതുബന്റെ ഇടയിലായി പറഞ്ഞു കൊടുത്തത്, സാരിയ ആ പർവ്വതം ആ പർവ്വതം. നഹാബന്ദ യുദ്ധം വിജയിക്കാൻ കാരണമായതുപോലും ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ നിർദ്ദേശമാണ്. സാരിയ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നപ്പോൾ ഉമർ എന്നവർ ചോദിച്ചു, സാരിയ എങ്ങനെയുണ്ടായിരുന്നു നഹാബന്ദിലെ അനുഭവങ്ങൾ? അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ ആ ശബ്ദം ഉച്ചനേരത്ത് ഞങ്ങൾ കേട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അങ്ങയുടെ മുമ്പിലേക്ക് തിരിച്ചെത്താൻ ഈ സാരിയയോ എന്റെ കൂടെയുള്ള സ്വഹാബിമാരോ ഉണ്ടാകുമായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു അത് കണ്ടതും സാരിയ റളിയല്ലാഹു അൻഹു അത് കേട്ടതും മിൻ ജുംലത്തിൽ കറാമാത്ത്, രണ്ട് മഹാന്മാരായ സ്വഹാബിമാർക്കുണ്ടായ കറാമത്തുകളാണ്. ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ് മദീനയിൽ. ആ സംഘത്തിലുണ്ട് മുസ്തജാബു ദഅവയായ സ്വഹാബി സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ചോദിച്ചു, സഅദേ, ആരൊക്കെയാണ് നമ്മളോട് വിട പറഞ്ഞത്? ആരൊക്കെയാണ് ഷഹാദത്തിന്റെ ചിറകേറി അല്ലാഹുവിലേക്ക് യാത്രയായത്? ഫഅദ്ദ ഉനാസൻ, ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞു കൊടുത്തു. ഉമറേ, ഇവരൊക്കെ ഷഹീദായി, ഇവർ ഷഹീദാണ്, ഇവർ ഷഹീദാണ്, ഇവർ ഷഹീദ്. സുമ്മമൻ, ഇനി ആരെങ്കിലും ഉണ്ടോ? ഫഅദ്ദ ഉനാസൻ, വീണ്ടും കുറെ ആൾക്കാരുടെ പേര് പറഞ്ഞു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഓർമ്മയുണ്ടോ? ഇനി ആരെങ്കിലും വേറെ നിങ്ങളിൽ ഷഹീദായവർ ഇവിടുന്ന് പോയി പിന്നെ നിങ്ങൾ അവരെ മറവ് ചെയ്തിട്ടാ പോരുന്നത്, അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും അവർ കുറെ പേര് പറഞ്ഞു കൊടുത്തു. പിന്നെ ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞു, വീണ്ടും ഉണ്ട് അമീറുൽ മുഅ്മിനീൻ, ലാ നഅരിഫുഹും, അവരുടെ പേരെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. അല്ലാഹു അറഫഹും, സഅദേ, അവരുടെ പേര് നിങ്ങൾക്കറിഞ്ഞില്ലെങ്കിൽ എന്താണ്? അല്ലാഹുവിനറിയും ആരൊക്കെയാണതെന്ന്. അല്ലാഹു അറഫഹും, അവരാരാണെന്ന് അല്ലാഹുവിനറിയാമല്ലോ സഅദേ. പേര് നിങ്ങൾക്കറിയില്ലായിരിക്കാം, പക്ഷെ അല്ലാഹുവിനറിയാം. അത് മതി. വഇൽമുല്ലാഹി യുഗ്നി അൻ കുല്ലി ഷൈ, അല്ലാഹുവിനറിയുമല്ലോ, അത് മതി സഅദേ, മതി എന്ന് പറഞ്ഞ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു അറിയപ്പെടാത്ത പാവങ്ങൾ ദീനിന് വേണ്ടി ചെയ്ത സേവനത്തെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ പേര് പോലും അറിയില്ലല്ലേ, പക്ഷെ അവരെ അല്ലാഹുവിനറിയാം എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. ബകാ ഉമർ ബുകാഅൻ ശദീദാ, പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തേ? പേരറിഞ്ഞില്ലെങ്കിൽ എന്താ? നമ്മളൊരു പള്ളിക്ക് ഒരു മൂത്രപ്പുര ഉണ്ടാക്കി കൊടുത്താൽ അവിടെ ഒരു മാർബിൾ ഫലകത്തിലെങ്കിലും നമ്മുടെ പേര് എഴുതി വെക്കണം, അല്ലേ? ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ അവിടെ എഴുതി വെക്കണം പേര്, ഇത് ആര് സ്പോൺസർ ചെയ്തതാണ്. ആ പേര് വെച്ചില്ലെങ്കിൽ ആ കാശിനെ തിരിച്ചു കൊടുത്തില്ല എന്നൊരു പള്ളി കമ്മിറ്റി കടത്തിലായി പോകും. സുബ്ഹാനല്ലാഹ്. വാഗ്ദത്തം ചെയ്തവർ തിരിച്ചു കൊടുക്കുന്നില്ല. എന്തേ? എന്റെ പേരവിടെ വായിച്ചിട്ടില്ലല്ലോ. അല്ലാഹുവേ, ഈ പേരിവിടെ വായിച്ചിട്ട് എന്താ നമുക്ക് ലഭിക്കാനുള്ളത്?
അള്ളാഹുവിന്റെ അടുത്തുള്ള പ്രതിഫലം മാത്രം കാക്ഷിച്ച് ചെയ്യാൻ നമുക്ക് പറ്റുമോ കർമ്മങ്ങൾ? എന്നാൽ പിന്നെ കുറഞ്ഞ കർമ്മങ്ങൾ കൂടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ഒരുപാട് വേണമെന്നില്ല. ഒരുപക്ഷെ ഒരു ഉറുമ്പിനോളം വരുന്ന ചെറിയ അമൽ കൊണ്ടായിരിക്കാം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. ഒരു ഉറുമ്പിനോളം വരുന്ന ചെറിയ അമൽ. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അത് മതി. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അത് മതി. സുബൈദ ബീവി റളിയല്ലാഹു അൻഹാ ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട പ്രഗത്ഭനായ ഭരണാധികാരിയുടെ ഭാര്യയാണ് സുബൈദ ബീവി. അവർ ഇറാഖിലാണ്, ബഗ്ദാദിലാണ്. വലിയ കൊട്ടാരത്തിൽ ജീവിച്ച മഹദിയാണ്. ചൈന വരെ ഇസ്ലാമിക സാമ്രാജ്യം വ്യാപിച്ചിരുന്നിരുന്നൊരു കാലത്തെ ഇസ്ലാമിക ഖലീഫയാണ് അമീറുൽ മുഅ്മിനീൻ ഹാറൂൻ റഷീദ്. അവരുടെ പേര് കേൾക്കുമ്പോൾ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് മഹാന്മാർ പറയാറുണ്ട്. അങ്ങനെ എല്ലാവർക്കും എന്ന് പറയില്ല അമവി അബ്ബാസി ഭരണാധികാരികളിൽ. പക്ഷേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഹാറൂൻ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി, അവർക്കൊക്കെ റഹ്മത്ത് ചെല്ലാൻ പറ്റും. മഹാനാണ്. ഭാര്യ 508 കിലോ സ്വർണമാണ്. 508 കിലോ സ്വർണം ചെലവഴിച്ചത്. ഇവിടെ ഹജ്ജിന് വന്നപ്പോ മഹദി വലിയൊരു ആൾക്കൂട്ടത്തോടുകൂടെ ഹജ്ജിന് വന്നിരിക്കുകയാണ്. അപ്പോ അറഫയിലും മിനായിലും മുസ്ദലിഫയിലും നൂറുകണക്കിന് ഹാജിമാർക്ക് വെള്ളമില്ല കുടിക്കാൻ. ആ മഹദി പറഞ്ഞു, ഇവിടെ ഒരു കിണറുണ്ടെങ്കിൽ അതിൽ നിന്നൊരു അരുവിയായി ഒരു സ്ട്രീം, ഒരു കനാൽ അറഫയിലേക്ക്, മുസ്ദലിഫയിലേക്ക്, ഹറമിലേക്ക് ഞാൻ എന്റെ ചെലവിൽ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ കിണർ കിട്ടി ത്വായിഫിന്റെ മലഞ്ചെരുവിന്റെ താഴ്വാരത്ത്. ആ കിണർ കുഴിച്ചു, അതിന് വെള്ളമെടുത്തു. ആ വെള്ളം ത്വായിഫിൽ നിന്ന് 40-50 കിലോമീറ്റർ യാത്ര ചെയ്ത് അറഫയിലും മുസ്ദലിഫയിലും മിനായിലും എത്തി ഹറമിലേക്ക്, മക്കയിലേക്ക് പോകുന്ന ഒരു കനാൽ. ആ കനാലിന്റെ അവശിഷ്ടം ഇന്നുമുണ്ട്. അറഫയിൽ ചെന്ന് നമ്മൾ കാണുമ്പോ ഐന് സുബൈദ എന്നാണ് ഇതിന്റെ പേര്. ഇന്നുമുണ്ട്. ആ മലയിൽ ചെറിയൊരു മതിൽ കെട്ടുണ്ട് ആ ഒരു കനാലിന്റെ. ഇന്നും അതിന്റെ ശേഷിപ്പുകൾ ബാക്കിയുണ്ട്. 508 കിലോ സ്വർണമാണ് മഹദി അതിന് മാത്രം ചെലവഴിച്ചത്. 508 പവനല്ല, 508 കിലോ സ്വർണം. അന്ന് ചെലവഴിച്ച സ്വർണത്തിന്റെ ഭാരം മഹാന്മാർ കണക്ക് കൂട്ടി. നമ്മൾ മദ്രസയ്ക്ക് വേണ്ടിയോ പള്ളിക്ക് വേണ്ടിയോ ഒരു ദീനി സംരംഭത്തിന് വേണ്ടിയോ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ കൈയൊക്കെ പറക്കും, ആകെ പറച്ച്. സുബ്ഹാനല്ലാഹ്. അത്രയും ഈമാനുള്ളവർക്ക് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ കഴിയുന്ന മഹദി കൊടുത്തു. വലിയ വലിയ സംഭവമായിരുന്നു ലോകത്തത്. മഹദി വഫാത്തായി. മകൻ അമീൻ ഉമ്മയെ സ്വപ്നത്തിൽ കണ്ടു. ആത്മീയ ലോകവുമായി ആത്മാക്കൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അത് മറ്റൊരു വിഷയമാണ്. അമീൻ ഉമ്മയോട് ചോദിച്ചു, എങ്ങനെയുണ്ടുമ്മ, ഖബറിലെ ജീവിതം എങ്ങനെയുണ്ട്? ഇതൊരു ബർസഖിയായ ലോകമാണ്. കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്തൊരു ലോകമാണ് ഖബറിന്റേത്. അവിടെ നടക്കുന്നതൊന്നുമേ ഭൗതികമായ നമ്മുടെ ഫിസിക്കൽ ഡൈമെൻഷൻസ് വെച്ചുകൊണ്ട് ഒരിക്കലും അളന്ന് മനസ്സിലാക്കുക സാധ്യമല്ല. ഉമ്മയോട് ചോദിച്ചുമ്മ എങ്ങനെയുണ്ട്? മോനെ, ഞാനങ്ങ് കുടുങ്ങുമായിരുന്നു മോനെ, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി. അതെന്തേ ഉമ്മ? ഐന് സുബൈദ എന്ന നിങ്ങളുടെ കനാൽ, ആയിരക്കണക്കിന് ഹാജിമാർ വെള്ളം കുടിക്കുന്ന കനാൽ, 500 കിലോയേറെ ഭാരമുള്ള സ്വർണം നിങ്ങൾ ചെലവഴിച്ചു. വലിയ പള്ളി ഉണ്ടാക്കിയാൽ അറിയപ്പെടാൻ ആഗ്രഹിക്കില്ല, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, എന്റെ സ്ഥാപനമാണ്, ഞാനാണ് ഇതിന് ഫണ്ടിങ് ചെയ്തത് എന്ന് പറയാൻ മനുഷ്യന്റെ മനസ്സ് കൊതിച്ചു പോകും. നമ്മൾ മനുഷ്യരാണ്. സുബൈദ ബീവിക്കും അങ്ങനെ ഒരു തോന്നൽ വന്നു. തന്റെ സമ്പത്ത് കൊണ്ട് ചെലവഴിച്ച ആ ഒരു വലിയ ഒരു വിപ്ലവകരമായ ഒരു സംഭവം. മഹദി സ്നേഹത്തോടെ പ്രശസ്തിയെ കുറിച്ച് ആഗ്രഹിച്ചു. പ്രശസ്തി ലഭിക്കുകയും ചെയ്തു. മോനെ, അതൊന്നുമല്ല ഉമ്മാക്ക് ഉപകാരപ്പെട്ടത്. ഇതൊക്കെ പോയി മോനെ, ആ കാശ് മുഴുവൻ ലാപ്സായി പോയി. സുബ്ഹാന ജല്ല ജലാലു. അത് പോയി മോനെ. 508 കിലോ സ്വർണം പോയി. അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്ന് അറിഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഖബറിലെത്തുമ്പോൾ ചെറിയ ചെറിയ സ്വർഗ്ഗലോകത്തെ ഹിസാബിന്റെ ചില മിനിയേച്ചറുകൾ അള്ളാഹു ഖബറിൽ നടത്തി കൊടുക്കുന്നുണ്ടെന്നാണ്. പിന്നെന്തേ ഉമ്മ? മോനെ, സുബ്ഹി നിസ്കാരത്തിന് വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് കുന്തു അതഖദ്ദമു ഇല ശുറുഫാത്ത്. മോനെ, നീ ഉറങ്ങുന്ന നേരത്ത് നിന്നെ പോലും അറിയിക്കാതെ ഉമ്മ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ബഗ്ദാദിലെ നദീ തീരത്തിനോട് ചേർന്ന് കിടക്കുന്ന നിന്റെ ഉപ്പയുടെ
ത്തിന്റെ വരാന്തയിലെ 1-ാം നിലയിലെ വരാന്തയിലൂടെ ഞാൻ നടക്കാറുണ്ടായിരുന്നു. ആ നേരത്ത് സുബഹിക്ക് വാങ്കൊടുത്തിട്ടില്ല, പക്ഷേ അള്ളാഹുവിന് വേണ്ടി ഒരൽപ്പം ദിക്ർ ചൊല്ലാൻ ഉമ്മ സമയം ചെലവഴിക്കുമായിരുന്നു. അവിടെ ഞാനിവിടെ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവേ ആരാധനക്കർഹനായി നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ, അലൈഹാ അഹ്യാ, അതിലാണ് ഞാൻ ജീവിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായവൻ അല്ലാഹുവേ നീയല്ലാതെ മറ്റാരുമില്ല, അലൈഹാ അമൂത്, ആ വിശ്വാസത്തിലാണ് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായ എല്ലാറ്റിനും കഴിവുള്ളവനായ അല്ലാഹുവേ നീ മാത്രമാണ് എന്റെ രക്ഷിതാവ്, അലൈഹാ ഉബഅസു യൗമൽ ഖിയാമ, നാളെ പരലോകത്തേക്ക് വരുമ്പോൾ ആ വിശ്വാസത്തിലായി നീ എനിക്ക് പുനർജന്മം നൽകണമേ. ഈ കൊച്ചു കൊച്ചു വാക്കുകളെ ആരും ഉണർന്നിരിക്കാനിടയില്ലാത്ത നേരത്ത്, വെളിച്ചമില്ലാത്ത സ്ട്രീറ്റ് ലൈറ്റുകളില്ലാത്ത പഴയകാലത്ത് 1200 കൊല്ലങ്ങൾക്ക് മുമ്പത്തെ ബഗ്ദാദിൽ മോനെ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഉമ്മ ചൊല്ലിയിരുന്ന ഈ വചനങ്ങളാണ് അള്ളാഹു എന്നിൽ നിന്ന് സ്വീകരിച്ചത്. എന്റെ 500 കിലോ സ്വർണം നഷ്ടമായി മോനെ, ഐൻ സുബൈദ എന്ന് പറയുന്ന ഒരു മഹാ പ്രൊജക്ടിന് ഞാൻ ചെലവഴിച്ചത് അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. സ്വീകരിച്ചതോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അലൈഹാ അഹ്യാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അലൈഹാ അമൂത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അലൈഹാ ഉബഅസു യൗമൽ ഖിയാമ. ഇങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആരാരും അറിയാതെ ഞാൻ ചൊല്ലിയിരുന്ന ആ വചനങ്ങളെ കൊണ്ടാണ് മോനെ ഉമ്മയെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് എന്ന് ഹാറൂൻ റഷീദിന്റെ പ്രിയപ്പെട്ട ഭാര്യ സുബൈദ ബീവി മകൻ അമീനിനോട് സ്വപ്നദർശനത്തിൽ പറഞ്ഞത് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തിനെന്നറിയോ? നമ്മൾ വലിയ മെഗാ പ്രൊജക്ട് ഒന്നും ചെയ്യണ്ട, ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി. വലിയ മെഗാ പ്രൊജക്ട് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ മാഷാ അള്ളാഹ്. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ അറിയാതെ മനസ്സിനുള്ളിലേക്ക് ഒരു റിയാ, ഒരു ഇജാബ്, ഒരു ഷോ ഓഫ് പിശാച് കൊണ്ടുവരും. മഅദല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയാണ്, ഞാൻ ചെയ്തത് പടച്ച തമ്പുരാന് വേണ്ടിയാണ്. നമ്മുടെ സജ്ജനങ്ങളുടെ മാർഗം എല്ലാ ആൾക്കാരെ കാണിക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നത്, അള്ളാഹുവിന് വേണ്ടി മാത്രമായി എന്ത് ചെയ്യുന്നു? നമ്മൾ ചെയ്യുന്നതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ പോരെ? എത്ര റാഹത്തായിരിക്കും. നമ്മൾ നിസ്കരിക്കുന്നത്, നമ്മൾ നിസ്കാരക്കാരനാണെന്ന് പറയാനല്ല, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാൻ. ഞാൻ നോമ്പെടുക്കുന്നു, ഞാൻ ഖുർആൻ ഓതുന്നു, ഖുർആൻ അള്ളാഹുവിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് മഹാനായ ബിശ്റുൽ ഹാഫി തങ്ങളടക്കമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവരുടെ മുമ്പിലേക്ക് ആളുകൾ ഖുർആൻ തുറന്നു വെച്ച് ഓതുന്നതിനിടയിൽ ആരെങ്കിലും വർത്തമാനം പറയാനോ സംശയം ചോദിക്കാനോ മസ്അല പഠിക്കാനോ ഫത്വ ചോദിക്കാനോ വേണ്ടി കടന്നു വരുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ മുസ്ഹഫ് പൂട്ടി വെക്കുമായിരുന്നു. അപ്പൊ ചോദിക്കും, എന്തിനെങ്കിലും മുസ്ഹഫ് പൂട്ടുന്നത്? അല്ല, ഞാനിത് ഇങ്ങനെ ഓതിരിക്കുന്ന ആളാന്ന് ഈ വരുന്ന ആള് വിചാരിക്കണ്ട. അതിന് തന്നെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ഓതുന്ന ആളാ, ഏത് നേരം തസ്ബീഹ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ മറച്ചുകൊണ്ടിരിക്കാൻ നമ്മൾ അറിയാതെ ചെയ്യാ കുഴപ്പമില്ല. അത് ആളുകൾക്കിടയിലൂടെ ഞാനൊരു മുസബ്ബിഹാൻ തസ്ബീഹ് ചൊല്ലുന്ന ആളാണെന്ന് അറിഞ്ഞോട്ടെ, അങ്ങനെയൊന്നും ചെയ്യണ്ട. ആ ടിക്ടിക്കൊക്കെ വെറുതെ വെച്ചുണ്ടാക്കി നാക്കണം. എന്ത് ചെയ്യാ? അതാരും കാണാത്തോടത്ത് വെച്ചേക്ക്, ആളുകളുടെ ഇടയിൽ നിന്ന് ചെയ്യേണ്ട. അപ്പൊ വെറുതെ നമ്മൾ അറിയാതെ ഞാനൊരു ദിക്റിന്റെ ആളാണ് എന്ന ആളുകൾക്കിടയിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. പിശാച് നമ്മുടെ കൽബിലേക്ക് അത് കൊണ്ടുവരും. അപ്പൊ എന്ത് ചെയ്യാ? വിരലൊക്കെ എണ്ണിയാൽ മതി. അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോ ആരും കാണാത്തിടത്ത്. അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി തആല അലൈഹി കടം വീട്ടി കൊടുത്തത് മഹാനവറുകൾ റോമക്കാരുമായി പടപൊരുതിയപ്പോൾ ആരാണ് പടയാളി എന്നറിയാത്ത വിധം മുഖം മറച്ചുകൊണ്ട് ധർമ്മസമരം ചെയ്തത്. സുബൈദ ബീവി ആരാരും അറിയാതെ സുബഹി നിസ്കാരത്തിന് വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കൊട്ടാര വരാന്തയുടെ 1-ാം നിലയിലെ മാളികയിലെ വരാന്തയിലൂടെ നടക്കുമ്പോൾ ചൊല്ലിയ ഏതാനും വചനങ്ങളാണ് അല്ലാഹു നാളെ സ്വീകരിക്കുന്നത് എന്ന് മഹത്തുക്കളായ ആളുകൾ അത് വിശകലനം ചെയ്ത് നമ്മ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നത് മാത്രമേ ലോകത്ത് ബാക്കിയാകുന്നുള്ളൂ. ബാക്കിയൊക്കെ പറയപ്പെട്ടു പോകും, പക്ഷേ ജനങ്ങളുടെ കൽബിലേക്ക് അതിന്റെ അഥറുണ്ടാവില്ല. ആളുകളൊക്കെ പറയും ആള് പൊങ്ങച്ചക്കാരനാ, ആളത് പറഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ ഉള്ളിൽ പൊങ്ങച്ചമുള്ളത് അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നതാണ്. സുബ്ഹാന ജല്ല ജലാലു. അങ്ങനെയാണ്. എത്ര ആളുകളെ നമ്മൾ ഇഷ്ടപ്പെടും. ചില ആളുകളൊക്കെ മരിച്ചാൽ ഒരുപാട് ആളുകൾ ജനാസക്ക് വരും. ചില ഉമ്മമാർ നാട് കാണാത്ത വിധം ജനബാഹുല്യ, ആ ഉമ്മയെ ആർക്കും അറിയില്ല, ആ ഉമ്മയെ ആരും കണ്ടിട്ടുമില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു പ്രശസ്തയായ ഉമ്മയൊന്നും അല്ല, പക്ഷെ മരിച്ചപ്പോഴേ നമ്മുടെ മഹല്ല് ജമാഅത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനാസ നിസ്കാരം ആ ഉമ്മാക്ക് കിട്ടി എന്നൊക്കെ പറയാറില്ലേ? ആ ഉപ്പാക്ക് കിട്ടി, ആ ചെറുപ്പക്കാരന് കിട്ടി. എന്തേ കാരണം?
ആരും അറിയണ്ടെന്ന് വിചാരിച്ച് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതാണ്. മരിച്ചു കഴിഞ്ഞപ്പോ അള്ളാഹു ജനങ്ങളുടെ ഖൽബിലിട്ട് കൊടുത്തു, നിങ്ങൾ അവർക്ക് പോയി നിസ്കരിച്ചു കൊടുക്കണം. അൻതും ശുഫആഉല്ലാഹി, നിങ്ങൾ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുന്നവരാണ് ഹബീബിന്റെ ഉമ്മത്തിൽ, അതുകൊണ്ട് പോയി നിസ്കരിക്കേ എന്ന് അള്ളാഹു നമ്മളെ ഏൽപ്പിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മൻ ഗസാ യൻവി ഖാലൻ ഫലഹു മാ നവാ. നിങ്ങൾ ആരെങ്കിലും സ്വന്തം ജീവൻ കൊടുക്കുന്ന യുദ്ധം നടക്കുന്നതാണെന്ന് സങ്കല്പിക്കുക. ആ യുദ്ധസമയത്ത് പോലും ഗനീമത്ത് സ്വത്തായി ലഭിക്കുന്ന മൃഗങ്ങളുടെ ഒരു കയറ്, ഒരു മൂക്ക് കയറെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് സ്വത്ത് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ധർമ്മസമരത്തിന് വരുന്നതെങ്കിൽ ഫലഹു മാ നവാ, അവൻ നിയ്യത്ത് ചെയ്തതേ അവൻ ഉണ്ടാകൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഉദ്ദേശിച്ചതേ ഉണ്ടാകൂ. അതുകൊണ്ട് നമ്മൾ സജ്ജനങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കുകയാണ്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ബസ്രയിൽ ജീവിച്ചിരിക്കുന്ന കാലം അന്നത്തെ ഭരണാധികാരിയാണ് മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക്. അദ്ദേഹം തന്റെ മന്ത്രിയായ ഖാലിദ് ഇബ്നു സഫ്വാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഖാലിദേ അഖ്ബിർനി അൻ ഹസനി അഹ്ലിൽ ബസ്റ, ബസ്റക്കാരറിയുന്ന ഹസനുൽ ബസ്രിയെ എനിക്കൊന്ന് പറഞ്ഞു തരണം. അദ്ദേഹം എങ്ങനെയാണ്? ഹസനുൽ ബസ്രിയെ ഒന്ന് പരിചയപ്പെടുത്തി തരണം. ഹസനുൽ ബസ്രിയെ കുറിച്ച് ഖാലിദ് ഇബ്നു സഫ്വാൻ എന്നവരെ മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക് എന്ന ഭരണാധികാരിയോട് പറഞ്ഞു കൊടുക്കുന്നു, ഉഖ്ബിറുക അൻഹു ബിഇൽമിൻ, എനിക്ക് ഹസനുൽ ബസ്രിയെ നന്നായിട്ട് അറിയാം. അന ജാറുഹു ഇലാ ജംബിഹി, ഞാൻ അയാളുടെ അയൽവാസിയാണ്. വജലീസുഹു ഫീ മജ്ലിസി, കൂടെ ഇരിക്കുന്ന ആളാണ്. കൂടെ ഇരിക്കുന്ന ആൾക്കും അയൽവാസിക്കാണ് ഒരാളുടെ ശരിയായ സ്വഭാവം അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു കേസ് വന്നപ്പോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചുവല്ലോ, നിനക്ക് സാക്ഷിയുണ്ടോ? ആ സാക്ഷിയുണ്ട്. ആരാ? ഇതാ ഒരാൾ, നാളെ വിളിക്ക്. ആ സാക്ഷിയോട് ചോദിച്ചു, ഈ പറയുന്ന ആളെ നീ അറിയോ? സാക്ഷിയുണ്ട് എന്ന് പറഞ്ഞ ആളെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഇയാളോട് ചോദിക്കുകയാണ്, ഈ സാക്ഷിയെ പറ്റി നിങ്ങളുടെ അറിവെന്താണ്? ഉമർ തങ്ങൾ ചോദിച്ചു, ഹൽ ജാവർതഹു, നിങ്ങൾ അയാളുടെ അയൽവാസിയായിട്ട് ജീവിച്ചിട്ടുണ്ടോ? അപ്പോഴാണ് അതിർത്തർക്കം വരുമ്പോ, മതിൽ കുത്തുമ്പോഴേ, ഒരു ഫംഗ്ഷൻ നടക്കുമ്പോഴേ, അനാവശ്യമായ ചുറകളും പ്രശ്നങ്ങളും ഉണ്ടാക്കി തമ്മിലടിക്കുന്നത് കാണണമെങ്കിൽ അയൽപക്കങ്ങളിൽ ചെന്ന് നോക്കണം. അയൽവാസികൾ, നീ താമസിച്ചിട്ടുണ്ടോ? അയൽവാസിയാണോ? ഹൽ ജാവർതഹു, ലാ, എന്റെ അയൽവാസിയൊന്നുമല്ല. പിന്നെ ഹൽ സാഫർത മഅഹു, നിങ്ങൾ അയാളുടെ കൂടെ ദീർഘമായ യാത്ര പോയിട്ടുണ്ടോ? ദീർഘയാത്ര, ദിവസങ്ങൾ എടുക്കുന്ന യാത്ര, ഒരു ഉംറയ്ക്ക് പോയോ? അല്ലെങ്കിൽ ദീർഘമായ മറ്റേതെങ്കിലും യാത്രയിൽ പോയിട്ടുണ്ടോ? പറഞ്ഞില്ല, അതൊന്നും പോയിട്ടില്ല അമീറുൽ മുഅ്മിനീൻ. പിന്നെ ഹൽ അമൽതഹു ബിദ്ദീനാരി വദ്ദിർഹം, സാമ്പത്തികമായ ഇടപാട് വല്ലതും നടത്തിയിട്ടുണ്ടോ? സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ? നിസ്കാരത്താഴ്മ്പ് മാത്രം നോക്കല്ലേ, സാമ്പത്തിക ഇടപാട് ചെയ്യുമ്പോൾ ആൾ എങ്ങനെയാണ്? തസ്ബീഹ് ഒക്കെ ഉഷാറാണ്, പള്ളിയിൽ നിന്ന് എഴുതിട്ട് പോകാത്ത ആളാണ്, പക്ഷേ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കൂല. അങ്ങനത്തെ മനുഷ്യന്മാരില്ലേ? വഞ്ചന നടത്തും, ഒരു കാര്യമില്ല. അദ്ദീനു അൽ മുആമല, ദീൻ എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത്, ഇറ്റ്സ് ദ ക്യാരക്ടർ, അതൊരു സ്വഭാവമാണ്. ഇറ്റ്സ് ദ ബിഹേവിയർ, അതൊരു സംസ്കാരമാണ്, ഒരു സ്വഭാവമാണ്. ഇസ്ലാം എന്നത് അവരുടെ ട്രാൻസാക്ഷൻസിൽ കാണുന്ന സംഭവമാണ്. നിങ്ങള് പൈസയുടെ ഇടപാട് വല്ലതും നടത്തിയിട്ടുണ്ടോ? പറഞ്ഞു, ഇല്ല, അതൊന്നും നടത്തിയിട്ടില്ല. പിന്നെ ഉമർ തങ്ങൾ പറഞ്ഞു, ലഅല്ലക റഅയ്തഹു യുസല്ലി ഫീ മസ്ജിദിൻ, നിങ്ങൾ അയാൾ ഒരു മസ്ജിദിൽ നിസ്കരിക്കുന്നത് കണ്ടു കാണുമല്ലേ? അൻത ലാ തഅരിഫ്, യു ഡോണ്ട് നോ ഹിം, നിങ്ങൾക്ക് അയാൾ അറിയില്ല. ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാ, 3 കാരണങ്ങളാ ചോദിച്ചത്. കൂടെ താമസിച്ചിട്ടുണ്ടോ? ഇല്ല. ദീർഘയാത്ര പോയിട്ടുണ്ടോ? ഇല്ല. സാമ്പത്തിക ഇടപാട് വല്ലതും നടത്തിയിട്ടുണ്ടോ? ഒരു ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് കൂടിയിട്ടുണ്ടോ? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കടം കൊടുത്തിട്ടുണ്ടോ? വായ്പ വാങ്ങിച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. എന്നാലേ അയാളെ പറ്റി പറയാൻ സമയമായിട്ടില്ല. നിങ്ങൾക്ക് അയാൾ അറിയില്ല എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ലാ തഅരിഫു, നിങ്ങൾക്ക് അയാൾ അറിയില്ല, അയാളൊന്നും സാക്ഷി പറയാൻ പറ്റൂല, നിങ്ങൾക്ക് അയാൾ അറിയില്ലല്ലോ. നമ്മളാകുന്നത് നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെയാണ്. അത് ശരിയാവാതെ നിസ്കാരം കൊണ്ട് മാത്രം രക്ഷപ്പെടുക സാധ്യമല്ല. നിസ്കരിക്കണം, അത് നിർബന്ധമാണ്. നോമ്പെടുക്കണം, നിർബന്ധമാണ്. സകാത്തും ഹജ്ജും ഒക്കെ വേണം. അതിനപ്പുറത്തേക്ക് ഇസ്ലാമിന്റെ പില്ലറാണത്. ഇസ്ലാമിന് ചുമര് വേണം.
അല്ലേ? പില്ലർ മാത്രം കൊണ്ടെടുക്കാം നമ്മള്. പില്ലർ മാത്രം പോരല്ലോ ബിൽഡിങ്ങിന്. ഇസ്ലാമിന്റെ റുക്നുകളാണ്, ഇസ്ലാമിന്റെ തൂണുകളാണ് 5 ഇസ്ലാമിന്റെ റുക്നുകൾ. ഷഹാദയും സ്വലാത്തും സൗമും സക്കാത്തും ഹജ്ജും. അത് പില്ലറാണ്. പില്ലർ മാത്രം മതിയോ ബിൽഡിങ്ങിന്? ചുമര് വേണ്ടേ? പ്ലാസ്റ്റർ ചെയ്യണ്ടേ? വയറിംഗ് ചെയ്യണ്ടേ? പ്ലംബിംഗ് വേണ്ടേ? അതിന് പെയിന്റ് അടിക്കണ്ടേ? അത് ഡെക്കറേറ്റ് ഇന്റീരിയർ ചെയ്യണ്ടേ? ഡിസൈൻ ചെയ്യണ്ടേ? ഭംഗി കൂട്ടണം, ഡെക്കറേഷൻ ഒക്കെ ചെയ്യണം. അപ്പൊ നമ്മള് ഇസ്ലാം പില്ലർ മാത്രം കൊണ്ടെടുക്കണ്ട. എന്ത് ചെയ്യണം? ഇസ്ലാം നല്ല മനോഹരമായ ഒരു ബിൽഡിംഗ് ആക്കി എടുക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങളിലൂടെ അത് സാധ്യമാവുകയുള്ളൂ. ഖാലിദ് ബിൻ സഫ്വാൻ ഹസനുൽ ബസ്രിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, അഷ്ബഹുൻ നാസി സരീറതൻ ബിഅലാനിയ. ആരാണ് അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു? അഷ്ബഹുൻ നാസി സരീറതൻ ബിഅലാനിയ. അദ്ദേഹത്തെ പുറമെ കാണുന്നത് പോലെ തന്നെയാണ് അവരുടെ സ്വകാര്യ ജീവിതവും. ഒരു ഉസ്താദിനെ പറ്റി, ഒരു നേതാവിനെ പറ്റി അറിയണമെങ്കിൽ അവരുടെ ഡ്രൈവറോട് ചോദിച്ചാൽ മതി. അല്ലാതെ വാഴ്ന്നു പറയണ മാത്രം നോക്കണ്ട. കൂടെ സ്ഥിരം നടക്കുന്ന ആളുകൾക്ക് ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഡ്രൈവർമാരോട് ചോദിക്കുക, എങ്ങനെയുണ്ട് നിന്റെ മുതലാളി, എങ്ങനെയുണ്ട് നിന്റെ ഉസ്താദ്, എങ്ങനെയുണ്ട് നിന്റെ നേതാവ്? അയാൾക്കറിയാം. കൂടെ നടക്കുന്നവനെ രാപ്പനെ അറിയുള്ളൂ എന്ന് പറയില്ലേ? കൂടെ കിടക്കുന്നവന് രാപ്പനെ അറിയുള്ളൂ എന്ന്. കൂടെ നടക്കുന്നവർക്കറിയാം. പ്രത്യക്ഷം ഒന്ന് വേറെയാണ്, പക്ഷേ നമ്മുടെ പ്രൈവസി, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ജീവിതം, അത് പലപ്പോഴും പൊതുജനങ്ങൾക്കറിയില്ല. അത് നമ്മുടെ വീട്ടുകാർക്കറിയാം. അതുകൊണ്ടാണ് തങ്ങൾ പറയാറുള്ളത്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണ്? ആരാ നിങ്ങൾ ഏറ്റവും നല്ലവർ? കുറെ നിസ്കരിക്കുന്നവരാണെന്നാണോ? കുറെ സ്വലാത്ത് ചൊല്ലുന്നവരെന്നാണോ? നിങ്ങൾ പള്ളിയുടെ ഭാരവാഹികളാണെങ്കിൽ നിങ്ങൾ നല്ലവരാണെന്ന എന്താ തങ്ങൾ പറഞ്ഞ ക്രൈറ്റീരിയ? എന്താണ്? നിങ്ങൾ ആരാ നല്ലവർ? ഖൈറുക്കും ലി അഹ്ലി. സ്വന്തം ഉമ്മയോട്, വാപ്പയോട്, സ്വന്തം ഭാര്യയോട്, മക്കളോട് ഏറ്റവും ഡീസന്റായി പെരുമാറാൻ കഴിയുന്നവനാരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ. അല്ലാത്തതൊക്കെ പോളിഷാണ്. ജോലി സ്ഥലത്ത് അവന്റെ ഒറിജിനൽ സ്വഭാവമല്ല കാണിക്കുന്നത്. കമ്പനിയിൽ അവൻ ജോലി ചെയ്യുമ്പോ ഒറിജിനൽ സ്വഭാവമല്ല. വാഹനത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ബാക്കിൽ ഒരു സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാവും ചില കമ്പനികളൊക്കെ, ആം ഐ ഡ്രൈവിംഗ് സേഫ്ലി, ഇഫ് നോട്ട് പ്ലീസ് കോൺടാക്ട്. ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് ശരിക്കും തന്നെയാണോ, ഇല്ലെങ്കിൽ എന്റെ കമ്പനിയെ കുറിച്ച് അറിയിക്കണേ. ഡ്രൈവർ എഴുതി വെക്കണതല്ല, മുതലാളി എഴുതി വെക്കണതാ. അപ്പം മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്യൂ. നമ്മുടെ തനി സ്വഭാവം നമ്മൾ പുറത്തെടുക്കുന്നത് നമ്മുടെ വീട്ടുകാരുടെ മുമ്പിലാണ്. അവിടെ നന്നാകുന്നവനാണ് ഏറ്റവും നല്ലവനെന്ന് പ്രഖ്യാപിച്ച നബിയാണ് നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് നിങ്ങളായി നിങ്ങളുടെ തനി സ്വഭാവം നിങ്ങളുടെ വീട്ടിലാണ് കാണുന്നത്. അവിടെ നിങ്ങൾ നല്ലവരാണെങ്കിൽ ഒരു ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറയണം, ഭാര്യയെ കുറിച്ച് ഭർത്താവ് പറയണം, ഉമ്മ പറയണം മക്കളെ കുറിച്ച്, എന്റെ മോൻ നല്ല മോനാണ്. നാട്ടുകാർ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് അല്ലാഹു നോക്കുന്നത്. വഅന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ അവനവന്റെ കുടുംബത്തോട് പെരുമാറുന്നവരിൽ സ്വന്തം കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഹബീബായ നബി തങ്ങൾ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്ബഹുൻ നാസി സരീറതൻ ബിഅലാനിയ. ഹസനുൽ ബസ്രിയെ കുറിച്ച് മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക്കിന് കൊടുക്കുന്ന റിപ്പോർട്ട് ഖാലിദ് ഇബ്നു സഫ്വാൻ തയ്യാർ ചെയ്യുന്നത്, അഷ്ബഹുൻ നാസി സരീറതൻ ബിഅലാനിയ. പ്രത്യക്ഷമായ ജനങ്ങൾ അറിയുന്ന സ്വഭാവം തന്നെയാണ് അദ്ദേഹത്തിന്റെ രഹസ്യ സ്വഭാവം. ഞാൻ അയാളുടെ അയൽവാസിയാണെന്ന് ഖാലിദ് ഇബ്നു സഫ്വാൻ റഹ്മത്തുള്ളാഹി അലൈഹി. വഅഷ്ബഹുഹു ഖൗലൻ ബിഫിഅലിൻ. പറയുന്നതെന്തോ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളാണ്. പറയുന്നതെന്തോ അത് പ്രവർത്തിക്കുന്ന ആളാണ്. ഇത് വലിയ പ്രയാസമാണ്. പറയാൻ പലതും എളുപ്പമാണ്, പ്രവർത്തിച്ചു നോക്കണ്ടേ? ഉപദേശം കടിച്ചടക്ക. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. പറഞ്ഞു നോക്കി, എത്ര എളുപ്പം പറയാൻ. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. അർത്ഥം വെച്ച് നോക്കി, അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. നിങ്ങളുടെ മൂക്കിൽ ആരെങ്കിലും ഒന്ന് തോണ്ടി നോക്കണ്ടേ? ഇതിനർത്ഥം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അപ്പൊ കഴിയുമെന്ന് അറിയേണ്ടത്. നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോഴേ, പ്രകോപന ഒരുപാട് മുദ്രാവാക്യങ്ങളൊക്കെ രാജ്യത്തിന്റെ ജനാധിപത്യം ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മതേതരത്വം ഇഷ്ടപ്പെടാത്ത ആളുകളുടെ ചില ഡയലോഗുകളൊക്കെ കേൾക്കുമ്പോഴേ തലയിന്ന് മുടി എണീറ്റ് നിൽക്കുന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനെ സ്റ്റോക്ക് വെച്ചിരിക്കുകയാണ്, കൂടിയ വിലക്ക് കൊടുക്കാൻ. ചൈനയുടെ പ്രൊഡക്റ്റ് അല്ലാതെ വല്ലതും കിട്ടാനുണ്ടോ? ആപ്പിൾ കമ്പനി പ്രൊഡക്ഷൻ അവിടെ നിർത്തിവെച്ചു. അവരുടെ പല ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രികളും അവിടുത്തെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചു. എന്ത് ചെയ്യും?
ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും. You will be tested. നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരും, നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ സമ്പത്തിലും. പിന്നെന്ത് പറഞ്ഞു? വലതസ്മഉ മിനല്ലദീന അശ്റകൂ. ബഹുദൈവ ആരാധന നടത്തുന്ന ആളുകളിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും അദൻ കസീറാ. നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരുപാട് വാക്കുകൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. കേൾക്കണില്ലേ? ഫാദർ പിന്നെ മാപ്പ് ചോദിച്ചു, ശരി തന്നെയാണ്. പക്ഷേ അത് വളരെ വേദനിപ്പിക്കുന്ന വാക്കുകളായിരുന്നു, അല്ലേ? ക്ഷമാപണം നടത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ വീണ്ടും കീറി മുറിക്കുന്നത് ശരിയല്ല. പക്ഷേ നിങ്ങൾക്ക് ഇനിയും കേൾക്കേണ്ടി വരും. പിന്നെ ആരൊക്കെ പറയും? വമിനല്ലദീന അശ്റകൂ. ബഹുദൈവാരാധന നടത്തുന്ന മതവിഭാഗങ്ങൾ, എല്ലാവരും എന്നല്ല, ചില ആളുകൾ. അദൻ കസീറാ. ഒരുപാട് നിങ്ങളെ വേദനിപ്പിക്കുന്നത് പറയുന്നത് നിങ്ങളുടെ ചെവികളിൽ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അത് ഉറപ്പാണ്. അതപ്പോ ഈ NCR-ഉം CA ഒക്കെ ഇതിന്റെ ഭാഗമാണ്. നിങ്ങളെ വേദനിപ്പിക്കുന്നത് അവരുടെ നാവിൽ നിന്ന് വരും. എന്താ അള്ളാഹു നമ്മളോട് പറയണെന്നറിയോ? വഇൻ തസ്ബിറൂ വതത്തഖൂ. നിങ്ങൾ ക്ഷമിക്കുകയും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നല്ല ചുണക്കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന പണി അത് തന്നെയാണ്. ഈ ചീത്ത തെറിവിറികൾക്ക് അല്ലെങ്കിൽ ആക്ഷേപങ്ങൾക്ക്, ചീത്ത വാക്കുകൾക്ക് ചീത്ത വാക്കിലൂടെ അല്ല നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത്. പിന്നെയോ ഇത് തിന്മയെ നന്മ കൊണ്ടാണ് നിങ്ങൾ നേരിടേണ്ടത്.